നമസ്കാരം. പുറമേ പുരോഗമനം പറയുമ്പോഴും ഫാസിസത്തിനെതിരെ ശബ്ദിക്കുമ്പോഴും അവരുടെ യഥാർത്ഥ മുഖം ആരും കണ്ടിട്ടില്ല. അടുത്തിടെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ശരിക്കും ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ശരിക്കും അവരുടെ മുഖം എന്താണ്? നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കേരള പൊതുമണ്ഡലത്തിൽ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. അടുത്തിടെയായി ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള സംവാദങ്ങൾ വീണ്ടും ചൂടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരാണ് ഈ സംഘടനയെന്നും എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം വിമർശിക്കപ്പെടുന്നു എന്നും അതിലെ യാഥാർത്ഥ്യം എന്താണെന്നും പരിശോധിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. 1941 പ്രമുഖ ഇസ്ലാമിക ചിന്തകനായിരുന്ന സയ്യിദ് അബുൽ അദ്ല മൗദൂദി സ്ഥാപിച്ച ഒരു ദക്ഷിണേഷ്യൻ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ ഘടകമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ഇസ്ലാമിനെ ഒരു സമഗ്ര ജീവിത വ്യവസ്ഥയായി കാണുകയും വ്യക്തിജീവിതം മുതൽ രാഷ്ട്രീയം വരെയുള്ള സകല മണ്ഡലങ്ങളിലും ഇസ്ലാമിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ക്രമം സ്ഥാപിക്കപ്പെടണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. എന്നാൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനായില്ല. മറിച്ച് ഇഖാമത്തുദ്ദീൻ, അതല്ലെങ്കിൽ ജീവിതത്തിൽ മതത്തെ സ്ഥാപിക്കൽ എന്ന ലക്ഷ്യത്തോടെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിലൂടെ സാമൂഹിക പരിവർത്തനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് അവർ അവകാശപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഭയപ്പെടണമെന്ന വാദമുയരുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ആശയപരമായിട്ടുള്ള അടിത്തറ തന്നെയാണ്. അതിനെതിരെയാണ് ഒരുപാട് ചർച്ചകൾ വന്നത്. സ്ഥാപകനായ മൗദൂദിയുടെ കൃതികളിൽ ഊന്നിപ്പറയുന്ന ഇസ്ലാമിക നിയമങ്ങൾക്ക് അത്യന്തിക പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പമാണ് വിമർശകർ പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും ഈ ആശയം ഭീഷണിയാണെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. അവരുടെ ചില നിലപാടുകൾ, പ്രത്യേകിച്ച് മുൻപ് മതപരിവർത്തനത്തെക്കുറിച്ചും ഇതര മതങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും സ്വീകരിച്ചിരുന്ന തീവ്ര നിലപാടുകൾ ഈ ഭയം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മതേതര ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് അവർ ഇപ്പോൾ സ്വയം അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യൻ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇവർ ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പലപ്പോഴും അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആതുര സേവന കേന്ദ്രങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനായിട്ടുള്ള സംഘടനകൾ, ഉദാഹരണത്തിന് വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ വഴി അവർ സമൂഹത്തിൽ സജീവം തന്നെയാണ്. രാഷ്ട്രീയമായി അവരുടെ പൊതു ഇടപെടലുകൾക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു രാഷ്ട്രീയ വിഭാഗം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപകാല ചർച്ചകൾക്ക് പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർ വഹിക്കുന്ന പങ്ക് സംബന്ധിച്ചിട്ടുള്ള മറ്റ് സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെയും ആശങ്കകളാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ ജനപിന്തുണ ഇല്ലെങ്കിൽ പോലും ചിട്ടയായ സംഘടനാ സംവിധാനവും ശക്തമായ മാധ്യമ ഇടപെടലുകളും, അതായത് അവർക്ക് മാധ്യമ ദിനപത്രമുണ്ട്, മീഡിയ വൺ ചാനലുണ്ട്, അതുവഴിയൊക്കെ അവർക്ക് പൊതുബോധ്യത്തെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. ഇത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഭരണകക്ഷികൾക്കിടയിൽ സംശയത്തോടെയുള്ള വീക്ഷണത്തിന് കാരണമാകുന്നു എന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് നിലവിൽ ഇന്ത്യൻ മതേതര വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ്. അവരെക്കുറിച്ചുള്ള ഭയം ഉടലെടുക്കുന്നത് അവരുടെ ആദ്യകാല ആശയപരമായ തീവ്രതയുടെ ചരിത്രവും ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചുള്ള അവരുടെ മൗലികമായ കാഴ്ചപ്പാടുകളും കാരണം തന്നെയാണ്. ഒരിക്കൽ സ്വതന്ത്ര അഫ്ഗാൻ എന്നൊക്കെ അവർ ഇട്ടിരുന്നു താലിബാൻ വന്നപ്പോൾ. എന്നാൽ പരിഷ്കരിച്ച നിലപാടുകളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ അവരുടെ സുതാര്യമായ പ്രവർത്തനങ്ങളും ഈ ഭയം അസ്ഥാനത്താണ് എന്ന് വാദിക്കാനുള്ള സാധ്യതകളും നൽകുന്നുണ്ട്. ഏത് സംഘടനയെയും പോലെ ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രം വിലയിരുത്തുന്നതാവും ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തിരുത്തുന്നവരാണെങ്കിൽ തിരുത്തട്ടെ. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പുരോഗമനപരമായ നിലപാടുകൾ എടുക്കുന്നതായി തോന്നുമെങ്കിലും അവരുടെ മൗലികമായ പ്രത്യയശാസ്ത്രവും സമീപനങ്ങളും എല്ലാം
പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. കാരണം അവർ ഇരട്ടത്താപ്പ് കളിക്കുകയാണോ എന്നുള്ളൊരു വിമർശനം വരാറുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അവർ പ്രധാനമായും ഊന്നൽ നൽകുന്നത് സാമൂഹിക നീതി, ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം, മതേതര മൂല്യങ്ങൾക്കുള്ള പിന്തുണ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളിൽ തന്നെയാണ്. അവരുടെ തന്നെ മാധ്യമ സ്ഥാപനമായിട്ടുള്ള മാധ്യമം മീഡിയ വൺ ഒക്കെ സാമൂഹിക സംഘടനകളും ഒക്കെ തന്നെ ഈ പുരോഗമനപരമായ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്ത്രീകളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ അവർ സജീവമായി പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള അവരുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ബാഹ്യമായ ഇടപെടലുകൾക്ക് കാരണം ചില പുരോഗമന ചിന്താഗതിക്കാർക്കും അവർ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടാളിയായിട്ട് തോന്നാവുന്നതാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഈ പുരോഗമന മുഖച്ഛായയ്ക്ക് പിന്നിൽ മൗലികമായ ചില യാഥാസ്ഥികതയും പ്രത്യയശാസ്ത്രപരമായ വേരുകളും ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നു എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥ മുഖം മറ്റൊന്നാണ് എന്ന തോന്നലിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ വൈരുദ്ധ്യങ്ങൾ പ്രകടമാക്കുന്ന ചില സമീപകാല സാഹചര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ആദ്യത്തത് രാഷ്ട്രീയത്തിലെ മതമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയൻ ആശയപരമായ അടിത്തറ എല്ലാ കാര്യങ്ങളുടെയും അത്യാധിക അധികാരം ദൈവത്തിനാണ് എന്നും ജീവിതം മുഴുവൻ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും വാദിക്കുന്നുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഈ മൗലികമായ ലക്ഷ്യം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വിമർശകർ ഇപ്പോഴും പറയുന്നുണ്ട്. പുറമേ ജനാധിപത്യം പറയുമ്പോഴും ഉള്ളിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയത്തോടുള്ള വിധേയത്വം നിലനിൽക്കുന്നത് ഒരു ഇരട്ടത്താപ്പായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം സ്ത്രീകളുടെ കാര്യത്തിലെ സമീപനം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി വനിതാ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകൾ പൊതുരംഗത്ത് ഇടപെടുന്നതിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോഴെങ്കിലും യാഥാസ്ഥികം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ലിംഗസമത്വം, ഏകീകൃത സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിലെ അവരുടെ നിലപാടുകൾ മതപരമായ ശരീഅത്ത് നിയമങ്ങളുടെ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നത് തന്നെയാണ്. ഇത് ലിംഗനീതിയിൽ പുരോഗമന സമൂഹത്തിനുള്ള കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തത് മതേതര പ്രസ്ഥാനങ്ങളോടുള്ള അവരുടെ ബന്ധമാണ്. ഫാസിസത്തിനെതിരെ പൊതുവേദികളിൽ മതേതര പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും സമുദായ കേന്ദ്രീകൃതം തന്നെയാണ്. മുസ്ലിം സമുദായത്തിനുള്ളിലെ രാഷ്ട്രീയ ശാക്തീകരണത്തിനാണ് അവരുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രാഥമികമായി ഊന്നൽ നൽകുന്നത്. ഇത് ഒരു വശത്ത് മതേതരത്വം പറയുമ്പോഴും മറുവശത്ത് ഇടുങ്ങിയ സമുദായ താല്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്ന വിമർശനത്തിനും കാരണമാകുന്നുണ്ട്. മറ്റൊരു കാര്യം വർഗീയതയും തീവ്രവാദവും സംബന്ധിച്ച ഇവരുടെ സമീപനം തന്നെയാണ്. സമീപകാലത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ചരിത്രപരമായി ബന്ധമില്ലെങ്കിൽ പോലും ചില പൊതുവിഷയങ്ങളിൽ ഇവർ ഒരേ വേദി പങ്കിടുകയോ സമാനമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. തീവ്രവാദ പ്രവണതകളെ എതിർക്കുമ്പോൾ പോലും ഇസ്ലാമിക മൗലികവാദ ആശയങ്ങളുടെ സ്വാധീനം സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നതായി വിമർശകർ ഭയപ്പെടുന്നു. ഈ സംശയങ്ങൾ തീവ്രമായപ്പോഴാണ് പലപ്പോഴും ഭയം എന്ന വികാരം പൊതുസമൂഹത്തിൽ ഉടലെടുക്കുന്നത് പോലും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ദ്വന്ദ്വ സ്വഭാവം അല്ലെങ്കിൽ ഡുവൽ നാച്ചർ വളരെ തന്ത്രപരമാണ്. ഒരു വശത്ത് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനും അംഗീകാരം നേടുന്നതിനും വേണ്ടി പുരോഗമനപരമായ ഭാഷയും രീതിയും അവർ സ്വീകരിക്കുന്നുണ്ട്. മറുവശത്താകട്ടെ തങ്ങളുടെ അണികളെയും അനുഭാവികളെയും നിലനിർത്താൻ മൗലികമായ മത പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നും വ്യതിചലിക്കാതെ അവർ ശ്രദ്ധിക്കുന്നു. ഈ വൈരുദ്ധ്യം പലപ്പോഴും മതപരവും രാഷ്ട്രീയപരവുമായ ചർച്ചകളിൽ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അതിനാൽ അവരുടെ പ്രവർത്തനങ്ങളെ ബാഹ്യമായ ഇടപെടലുകളുടെയും അതുപോലെ തന്നെ മൗലികമായ പ്രത്യയശാസ്ത്ര നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അവരെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പും അതുപോലെ തന്നെ വിയോജിപ്പും ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു ചർച്ച നമുക്ക് തുടങ്ങി വെക്കാമല്ലോ അല്ലെ? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.